ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പം ഒരു 10 മാസത്തോളം ആയി ഞാനൊരു എൻ്റെ ചാനലിൽ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ ഈ 2 ആഴ്ച മുമ്പ് ഒരു ഷോർട്സ് ഇട്ടു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അത് എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഓരോ സാഹചര്യങ്ങളൊക്കെ കരുതി എനിക്ക് വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ നാൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. 3-4 മാസം എൻ്റെ വീട്ടിലായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ അണ്ണൻ്റെ വീട്ടിലോട്ട് വന്ന്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായ ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഫ്രിഡ്ജൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അണ്ണൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സാധനം വാങ്ങിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനൊന്നും ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ആ ഫ്രിഡ്ജൊക്കെ ഞാനൊന്ന് കാണിച്ചത്. അപ്പോൾ ഇതേ ഇവിടെയൊക്കെ നിറയെ പോച്ചയായിരുന്നു. ഇപ്പോൾ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ പോച്ച, അപ്പോൾ അതൊക്കെ എനിക്കിനി പിച്ചി കളയണം. ഇവിടെയൊക്കെ ഇങ്ങനെ ചെത്തി വൃത്തിയാക്കി കേട്ടോ. അപ്പം മൊത്തമൊന്നും ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. ആ ശരിക്കും പോച്ച കാണുന്നില്ലേ, തോന്നിയ പോച്ച. അപ്പം അത് നമ്മുടെ അല്ല, അങ്ങോട്ടൊന്നും ഞാൻ പിച്ചുന്നില്ല. പിന്നെ ചെറുതായിട്ട് സൈഡിലൊന്ന് പിച്ചി കളയും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഞാനും മാധവട്ടനും ചൂടാവുന്ന സമയത്തൊക്കെ വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാം പോച്ചയായി. അപ്പോൾ എനിക്കിനി കുറേശ്ശെ ആയിട്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കി എടുക്കണം. അപ്പം ആയിരുന്നല്ലോ, അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്ഥലം മാത്രം വൃത്തിയാക്കിയത്. അപ്പം ഓരോ ദിവസമായിട്ട് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം മാധവട്ടന് ഞാൻ ചായ കൊടുത്ത്, എൻ്റെ കൂടെ തന്നെ മോനും എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പം കുറച്ച് മിക്സറും കൂടെ ഞാൻ കൊടുത്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് കാപ്പിക്ക് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശയും ചമ്മന്തിക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം മലക്കറിയൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പം നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് അതിനുശേഷം അണ്ണൻ കഴിഞ്ഞ ദിവസം ഈ ഒരു മുട്ടായി മേടിച്ചുള്ള നട്ട കണ്ട ആപ്പിൾ പോലെ ഇരിക്കും, പക്ഷേ ഇത് പേടയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തണ്ട് പോലെ ഇരിക്കുന്ന അത് മറ്റേ ഗ്രാമ്പൂ ഇല്ലേ, അതാണ്. അപ്പോൾ ഞങ്ങൾ കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി പരവൂരോട്ട് പോകണം കേട്ടോ. അപ്പം നമ്മളെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലാണ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടു തനിയെ നടന്നോളാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ സമയം അവൻ നടന്ന്. പിന്നെ അണ്ണൻ്റെ അടുത്ത് ഞാൻ എടുക്കാൻ പറഞ്ഞു കേട്ടോ. എടുക്കാൻ പറഞ്ഞ് വേറെ ഒന്നുമല്ല, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടി. അങ്ങനെ നമ്മൾ നേരെ ഓട്ടോയിൽ തന്നെ അങ്ങ് പോയി. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഞാൻ ഒരു ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ടാണ് വന്നത്, ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അപ്പം അണ്ണൻ ആ ലിസ്റ്റൊക്കെ നോക്കുവാണ് കേട്ടോ. മാധവട്ടൻ്റെ അവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴത്തേക്ക് അവനും പറയും ഇതെടുക്കട്ടെ അമ്മ, ഞാൻ ഇതെടുത്തിട്ടെ എന്നും പറഞ്ഞ് ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവനും എടുത്ത് ബില്ല് ചെയ്യുന്നതിന് മുമ്പ് കിൻഡർ ജോയ് പൊട്ടിച്ച് അതും അവനകത്താക്കി. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ ഫോൺ കടയിലോട്ട് വന്നു കേട്ടോ. എൻ്റെ ഫോണിനൊരു പൗച്ചും വാങ്ങിക്കണമായിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഇല്ലേ, ഡിസ്പ്ലേ, ആ സംഭവം അതും ഒന്ന് മാറ്റണമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കുടിക്കാമെന്നും പറഞ്ഞ് ബേക്കറിയിലോട്ട് വന്നു. അപ്പം ഞാൻ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ഞാനൊന്നും പറഞ്ഞത്. അപ്പോൾ ഓറഞ്ച് അവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു. മാധവട്ടന് പൈനാപ്പിൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ചുമ്മാ അതായിരുന്നു പൊങ്കൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ജ്യൂസൊക്കെ കുടിച്ച്. പിന്നെ മോന് ക്രീം ബന്ന്, അണ്ണന് ഒരു മുട്ട പപ്സ്, എനിക്ക് ചിക്കൻ റോള്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ച്. അണ്ണൻ കഴിച്ച മുട്ട പപ്സ് മോൻ കുറച്ച് കഴിച്ചപ്പോൾ അവന് ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ ഒരെണ്ണം കൂടി പറഞ്ഞേ. എന്നിട്ട് അവൻ ഫുള്ള് കഴിച്ചില്ല. ആ ക്രീം ബന്നില്ലേ, അതും അവൻ കഴിച്ചില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോയിൽ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തി. അപ്പം തലേ ദിവസത്തെ കുറച്ച് മീൻ ഇരിപ്പുള്ളായിരുന്നു. അപ്പോൾ അമ്മ അതെടുത്തിട്ട് കറി വെച്ചായിരുന്നു. അപ്പോൾ അണ്ണൻ്റെ അമ്മയാണ് കറി വെച്ചത് കേട്ടോ. അപ്പോഴത്തെ ഇത് കണ്ടില്ലേ, എപ്പോഴും കിൻഡർ ജോയ് വാങ്ങിച്ചാലും ഇത് ഞാനിങ്ങ് എടുക്കും കേട്ടോ ശരിയാക്കാനായിട്ട്.
പിന്നെ അതേ മോനൊരു ടങ് ക്ലീനർ വാങ്ങി, പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. പിന്നെ അവന് വാങ്ങിച്ച സോപ്പും സാധനങ്ങളൊക്കെ അയാൾ തന്നെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് നോക്കിയിട്ടെടുത്ത് പറക്കി വയ്ക്കുവാണ്. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ പറക്കി വെച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് മാധവട്ടൻ താണ്ടെ ഈ ഒരു സാധനം കണ്ടു കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നത്. മോനെടുത്ത് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ അതവന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് അവന് വേണ്ടി മാത്രം കുറച്ച് എടുത്തിട്ട് അതിൽ നിന്ന് പൊരിച്ച് അവന് കൊടുത്ത്. പിന്നെ ഞാൻ വന്നിട്ട് ഒരു ആപ്പിൾ എടുത്ത് കഴിക്കുവാണ്. ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിച്ചില്ലായിരുന്നു കേട്ടോ. കള്ളത്തരമല്ല, വിശന്നില്ല എനിക്ക്. കാരണം ആ ഒരു ചിക്കൻ റോളും ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ വയറങ്ങ് നിറഞ്ഞ്. സാധാരണ ഞാൻ വന്നിട്ട് ചോറൊക്കെ കഴിക്കുന്നതാണ്. എന്തോ വയറ് നല്ലോണം അങ്ങ് നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ആപ്പിൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ആപ്പിൾ എടുത്ത് അങ്ങനെ പിന്നെ ഞാൻ മാധവട്ടനെ ഉറക്കാനൊക്കെ കിടത്തി. അവൻ ഉറങ്ങി കിടന്നപ്പോഴത്തേക്ക് പുറത്തൊരു സംസാരം കേൾക്കുന്ന കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ ഈ ചന്ദനം കൊണ്ട് നമ്മുടെ കൊച്ചച്ഛൻ്റെ മോൻ കൊണ്ടുവന്ന കേട്ടോ മാധവട്ടന്. അവൻ അമ്പലത്തിൽ പോയി. അവനും അവൻ്റെ കൂട്ടുകാരനും കൂടി അമ്പലത്തിൽ പോയപ്പോൾ കുറച്ച് ചന്ദനം ഇവനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണെന്നും പറഞ്ഞ് വന്നിട്ട് ഇങ്ങ് പോയി. അപ്പോൾ അതേ മാധവട്ടൻ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്ക് കുളിപ്പിച്ചിട്ട് കുറിയൊക്കെ കുറച്ചെടുത്ത് ഇട്ട് കൊടുത്ത്. മാധവട്ടന് ഇഷ്ടമല്ല കേട്ടോ കുറിയൊന്നും ഇടുന്നത്. അപ്പോഴേ അങ്ങ് മായ്ച്ച് കളയും. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്ക് വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓരോ കോലങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ നിന്ന് എനിക്ക് ഒരു ഉമ്മയൊക്കെ തരുവാണ് കേട്ടോ. എന്നിട്ട് ചുമ്മാ അങ്ങ് ഡാൻസ് കളി. വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് ഡാൻസൊക്കെ കളിച്ച് പിന്നെ എനിക്ക് കുറേ ഉമ്മയൊക്കെ തന്നവൻ. പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേശ്ശെ തുണികളൊക്കെ കഴുകിയിടുകയാണ് കേട്ടോ. തോനെയുണ്ട്. അപ്പോൾ കഴുകി വെച്ചത് തന്നെ കഴുകിയ തുണികൾ തന്നെയാണ് കേട്ടോ. പെട്ടിക്കകത്തൊക്കെ ഇരുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ കുറേശ്ശെ ആയിട്ട് എടുത്തൊന്ന് കഴുകിയൊക്കെ ഇട്ട് അകത്തങ്ങ് വിരിച്ച്. മഴക്കോളുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് നമുക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചൂടാക്കി. അപ്പോൾ നമുക്ക് വെള്ളം തീർന്നു കേട്ടോ. അപ്പം ഈ കലം നമ്മൾ നേരത്തെ വെള്ളം ചൂടാക്കി കലം തന്നെയാണ്. അതാണ് ഞാൻ പിന്നെ എടുത്ത് തേച്ച് കഴുകുമായിരുന്നത്. അപ്പോഴത്തേക്ക് മാധവട്ടൻ താണ്ടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച്. അപ്പോൾ അണ്ണൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അണ്ണൻ്റെ അടുത്ത് പോവും, പിന്നെ അച്ചാമ്മേരുടെ അടുത്ത് പോകും. അങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. കുറേ നാളായില്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവന് ഒരു കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച് ഭയങ്കര ബോറടിച്ചങ്ങനെ ഇരിക്കുന്നു. അവന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ നല്ല ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ പിന്നെ വന്നിട്ട് കുറച്ച് അരിയൊക്കെ ആട്ടി വയ്ക്കാനുണ്ട്, ദോശയ്ക്കാണേ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ആട്ടി വെച്ച്. അപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. മഴയൊക്കെ തുടങ്ങി. അങ്ങനെ അരിയൊക്കെ ആട്ടി വെച്ചതിന് ശേഷം കറണ്ട് പോയി കേട്ടോ. അപ്പം ബാക്കിയുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഞാൻ വീഡിയോകളൊക്കെ തുടർന്നിടും. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.